നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൈനസൈറ്റിസ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. കാലങ്ങളോളം സൈനസൈറ്റിസ് നേരിടേണ്ടി വരുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇതിന് കൃത്യമായിട്ടൊരു ചികിത്സയുണ്ടോ, ശാശ്വതമായി സൈനസൈറ്റിസിന് പരിഹാരം കാണാൻ കഴിയുമോ എന്നെല്ലാം. ഈ വിഷയമാണ് ഇന്ന് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി വിശദമായി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പം ചേരുന്നത് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ മരിയ പത്രോസുമാണ്. രണ്ടുപേർക്കും സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ റോസ്മേരി വിൽസൺ, ഒരുപാട് കാലമായിട്ട് ഈ സൈനസൈറ്റിസ് മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ചികിത്സയുണ്ടോ എന്നുള്ളത് പോലും അറിയാതെ ഒരുപാട് കാലം ഇത് അനുഭവിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് ഈ സൈനസൈറ്റിസ്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ആയുർവേദത്തിൽ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ടോ? സൈനസൈറ്റിസ് അഥവാ പീനസം എന്ന് ആയുർവേദ്യമായിട്ട് നമ്മൾ പീനസം എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് കഫവൃദ്ധിയിൽ കഫത്തിന് വരുന്ന ചേഞ്ചസ് കൊണ്ട് കഫം ദുഷിച്ചിട്ട് അതിൻ്റെ സൈനസുകളിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്ന ഒന്നാണ് പീനസം എന്ന് പറയുന്നത്. കഫസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ശിരസാണ്. ആ കഫസ്ഥാനമായിട്ടുള്ള ശിരസിൽ കഫം തന്നെ കോപിച്ചിട്ട് അല്ലെങ്കിൽ കഫത്തിൻ്റെ ദുഷ്ടിയിലുണ്ടാകുന്ന ഒന്നാണ് പീനസം എന്ന് പറയുന്നത്. നമ്മുടെ ഈ മുഖത്ത് മൂക്കിന് ചുറ്റുമായിട്ട് സൈനസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ കണ്ണിന് താഴെയായിട്ട് 2 മാക്സിലറി സൈനസുകളും അതുപോലെ കണ്ണിന് മുകളിലായിട്ട് കാണുന്ന ഫ്രോണ്ടൽ ബോൺസിൽ കാണുന്ന ഫ്രോണ്ടൽ സൈനസ്, അതുപോലെ ഭ്രൂമധ്യത്തിൽ അതിന് നടുവിലായിട്ട് കാണപ്പെടുന്ന എത്മോയിഡ് സൈനസും കണ്ണുകളുടെ ബാക്കിലായിട്ട് സ്ഫീനോയിഡ് സൈനസ്. ഇങ്ങനെ 5 രീതിയിലുള്ള അറകൾ, വായു അറകൾ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ മുഖത്തിൽ ശിരസിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വായുവിനെ നിറച്ചിട്ട് അതിൽ വരുന്ന ഈ കഫത്തെ തള്ളി അത് മൂക്കിലൂടെ എക്സിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു റൂട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള ഉപരോധം സംഭവിച്ചിട്ട് അതവിടെ തങ്ങി നിന്ന് അത് ദുഷിച്ച് പലപ്പോഴും അത് ചിലപ്പോൾ ഒത്തിരി കാലം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവരിൽ ചിലപ്പോൾ ചിലർ പറയും ഇങ്ങനെ തൊണ്ടയിൽ രക്തത്തിന്റെ അംശത്തോടുകൂടിയ കഫം പലതരത്തിൽ ഈ കഫം കെട്ടി നിൽക്കുക, പിന്നെ മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, പിന്നെ കുനിയുമ്പോൾ പോലും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന തലവേദന, അങ്ങനെ പല ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ നമ്മൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ഭക്ഷണക്രമത്തിൽ വരുന്ന ചിട്ടയായിട്ടുള്ള ആഹാര രീതികൾ കൊണ്ടല്ലാതെ വരുന്ന പല പ്രശ്നവും ഇതിന് കാരണമാകുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മളിപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് പറയുന്നത് തന്നെ ആവി പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇതിന് പറ്റുന്ന പോലെ തുളസി ഇല, അല്ലെങ്കിൽ ആടലോടകത്തിൻ്റെ ഇല, പനിക്കൂർക്കയുടെ ഇല, ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം ആവി പിടിക്കുന്നതും നല്ലതാണ്. അതിൽ ഈ നീരാവി നമ്മുടെ മൂക്കിലൂടെ സൈനസിലെത്തി അവിടുത്തെ കഫത്തിൽ അലിയിപ്പിച്ച് പുറത്തേക്ക് കളയാനൊക്കെ വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പറയുകയാണെങ്കിൽ ഗോതമ്പ് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ഇത്തരക്കാർക്ക്. എന്ന് പറഞ്ഞാൽ ഗോതമ്പിനൊരു ചൂട് സ്വഭാവം ശരീരത്തിന് കൊടുക്കുന്നതിനാൽ നമുക്കത് ഗോതമ്പ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലത്. ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഇതിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ ഇത്തരക്കാർക്ക് കൂടുതലും ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുട യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപ്പ് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇത്തരക്കാർക്ക് പിന്നെ നമ്മുടെ മലയാളികളുടെ തന്നെ ഒരു വലിയൊരു ഇതാണ് തലയിൽ കുളിർക്ക എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. അതൊക്കെ ഇത്തരക്കാർക്ക് വളരെ വലിയ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ ആയിട്ട് തലയിൽ എണ്ണ തേച്ച് കുളിക്കാനൊക്കെ ആയിട്ട് തലയിൽ തണുത്ത വെള്ളം കോരി ഒഴിക്കാതെ തണുപ്പ് മാറ്റിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് കൂടുതലും നല്ലത്. അതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ച് നമ്മൾ വെയിൽ കൊള്ളുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ അത് ഒരുപാട് ഇതുപോലെ സൈനസൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ മുടി കെട്ടിവെച്ച് പോകുമ്പോഴാണെങ്കിലും ഇതുപോലെ നീരിറക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഇതുപോലെ തന്നെ സൈനസൈറ്റിസ് ബുദ്ധിമുട്ടുകൾ കൂടാനും ചാൻസസ് ഉണ്ട്. ഇപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്നതിൽ ഈ എണ്ണയുടെ ക്രമത്തിൽ അളവിലുള്ള വ്യത്യാസം പോലും ഈ അസുഖം പിടിപെടാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതശൈലിയിലുള്ള പല കാര്യങ്ങളിലും ശ്രദ്ധക്കുറവ് മൂലം ഈ സൈനസൈറ്റിസ് വരാൻ കാരണമാകുന്നു. അത് ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിട്ടയായിട്ടുള്ള ഒരു ക്രമത്തിലൂടെ പാലിച്ചു പോരേണ്ടത്? അങ്ങനെ ചെയ്താൽ ഇതിൽ നിന്ന് ഒരു മുക്തി നേടാൻ കഴിയുമോ? തലയിൽ കുളിർക്ക എണ്ണ തേച്ചിട്ടൊക്കെ ആയിട്ട്
ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് വേനൽക്കാലത്തും ഇതുപോലെ തന്നെ വരാം, അതുപോലെ മഴക്കാലത്തും ഒരുപോലെ തന്നെ കൂടിക്കാണുന്ന ഒന്നാണ് ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് കുട്ടികളിലാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കൂടുതലുള്ളവരിൽ എല്ലാ ദിവസവും എണ്ണ തേക്കുന്നത് കുറയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതുപോലെ ഭക്ഷണത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ കുട്ടികളിലുമൊക്കെ നമ്മളിപ്പോൾ കോള അങ്ങനത്തെയുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൂടുതലും ഇപ്പോൾ കഴിക്കാറുണ്ട്. അതൊക്കെ കൂടുതലും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരക്കാരിൽ. അതുപോലെ മുങ്ങിക്കുളിക്കുന്ന സമയത്തൊക്കെ മൂക്കിലേക്ക് വെള്ളം കയറാനും അതുപോലെ തന്നെ ആ പ്രഷർ വേരിയേഷൻ വരുന്നതൊക്കെ ഈ സൈനസൈറ്റിസ് ബുദ്ധിമുട്ട് കൂടാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഡോക്ടർ, ഈ എണ്ണ തേച്ചുള്ള കുളിയിൽ പറഞ്ഞ പോലെ തന്നെ ഈ കുളിക്കുന്ന സമയത്തിലും വളരെ ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് തോന്നുന്നു. കാരണം ഈ ഉച്ച സമയത്തെ കുളി, അതുപോലെ സന്ധ്യാസമയത്തെ കുളി, അതൊക്കെ ഈ സൈനസൈറ്റിസ് വരാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ആ പറഞ്ഞ സമയത്തെ കുളിയൊക്കെ മാറ്റി വെച്ചാൽ തന്നെ ഇതിൽ നിന്ന് കുറേയൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അതെ, എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് അതിരാവിലെ ആണെങ്കിലും ഒരുപാട് നേരം വൈകിയാണെങ്കിലും ഒക്കെ തല കുളിക്കുന്നതൊക്കെ ഇതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതിരാവിലെയും അതുപോലെ നേരം വൈകിയ സമയങ്ങളൊക്കെ. ആ സമയത്ത് നമ്മൾ കൂടുതലും എണ്ണ തേച്ച് കുളിക്കുന്നതും ഈവൻ നമ്മൾ തല കുളിക്കുന്നത് വരെയും ഇത് കൂടാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ സംശയം ചോദിക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. സാലി, കണ്ണൂരിൽ നിന്ന്. സാലി, ചോദിച്ചോളൂ ഡോക്ടറോട്. ഫെബ്രുവരി മാസത്തിൽ ന്യൂമോണിയ വന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. 1 മാസം കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് തലയുടെ ഒരു വശത്തും ചെവിക്കും ഭയങ്കര വേദനയാ. വേദന വരും പോകും. MRIയും CT എടുത്തു കഴിഞ്ഞപ്പോ സൈനറ്റീസിന്റെ പ്രശ്നമാ, 3 ബ്ലോക്കാന്ന് പറഞ്ഞു. കുറെ മരുന്ന് കഴിച്ചിട്ടൊന്നും കുറഞ്ഞില്ല. അന്നേരം അവര് പറയുന്നത് സർജറിയാണ്. ചെവിക്കകത്തുനിന്ന് വേദന വരും, പെട്ടെന്ന് പോകും. പിന്നെ തലയുടെ ആ വശത്ത്, ഇടതുവശത്ത് ആ വശത്ത് വേദന വരും, പോകും. അങ്ങനെ മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല. അങ്ങനെ ഇരിക്കുന്നു. എന്ന് പറഞ്ഞാലേ നമുക്ക് ന്യൂമോണിയ ഇതിനു മുമ്പ് വന്നേക്കണാണല്ലോ. കഫസംബന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ ചെറിയ കഫക്കെട്ടും സൈനസിലൊക്കെ കഫം നിറഞ്ഞിട്ട് അത് ദൂഷിച്ചിട്ട് ആണ് ഈ തലയ്ക്ക് ഹെവിനെസ്സും തലയ്ക്ക് വേദനയും ഒക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മള് നസ്യമൊക്കെ ചെയ്താൽ ഇതിന് വളരെയധികം ഗുണം കിട്ടണ ഒന്നാണ്. ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നസ്യം, ധൂമപാനം എന്ന് പറയുന്ന ചികിത്സകളൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായിട്ട് നമ്മളൊന്ന് ആവി ഒള്ളിച്ചിട്ട് മൂക്കില് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള തൈലങ്ങൾ വെച്ചിട്ട് നസ്യം ചെയ്യിക്കും. അതുപോലെ ഈ കഫത്തെ വിലയിച്ച് കളയത്തക്ക രീതിയിലുള്ള തിരിതെറുത്തിട്ട് അത് ധൂപനത്തിനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തല കുളിക്കൽ കുറയ്ക്കുക, വളരെ ശ്രദ്ധിക്കുക. ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ന്യൂമോണിയ വന്ന വ്യക്തി ആയതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കഫക്കെട്ട് കൂടാതിരിക്കാനും വീണ്ടും ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം തല കുളിക്കൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ ഈ കഫം കുറയത്തക്ക രീതിയിൽ അമൃതോത്തരം കഷായം, അത് 15 മില്ലി 60 ml വെള്ളം ചേർക്കാം. ഗോരോചനാദി ഗുളിക ഒരെണ്ണം വീതം ചേർത്തിട്ട് കാലത്തും വൈകിട്ടും കഴിക്കാം. അതുപോലെ അഗസ്ത്യരസായനം 1 ടീസ്പൂണും ഗുൽഗുൽ പഞ്ചഫല ചൂർണം 1 ടീസ്പൂണിന്റെ മിക്സ് ആക്കിയിട്ട് വൈകിട്ട് കഴിക്കാം. കനകാസവം, വാശാരിഷ്ടമൊക്കെ കഫത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന അരിഷ്ടങ്ങളാണ്. അത് 25 മില്ലി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴിക്കാം. ഇനി അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് ആവണക്കയിലയും തുളസിയിലയും കുറേശ്ശെ അരിഞ്ഞിട്ടൊരു പാത്രത്തിലിടാം. അതിൽ അരിക്കാടി ഒഴിക്കുക, അരി കഴുകണ വെള്ളം, എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് 2 നേരവും അത് വെച്ചിട്ട് നമ്മൾ നെറ്റി, കരണം, കഴുത്തൊക്കെ ഒന്ന് ആവി പിടിക്കാം. തല കുളിക്കാതിരിക്കുക. ഒരു 10 ദിവസം ഈ മരുന്നും കഴിക്കുക. ഇതുപോലെ ആവിയുള്ള അതിനുശേഷം അറിയിക്കുക. പിന്നെ നസ്യം ചെയ്യുകയും ധൂമപാനം ഒക്കെ ചെയ്യുകയാണ് ഇതിൽ ചികിത്സയായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ വന്ന് കൺസൾട്ട് ചെയ്ത് അത്തരത്തിലുള്ള ചികിത്സയ്ക്കായിട്ട് വരിക. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്താലും ഇത്തരത്തിലുള്ള ചികിത്സകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, പലർക്കും ഉള്ളൊരു സംശയമാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗമുണ്ടോ എന്നുള്ളത്. പലർക്കും ഈ സർജറിയിലേക്ക് പോകാതെ തന്നെ ഇത് മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷേ പലപ്പോഴും പറയുന്നത് സർജറി ഇല്ലാതെ ഇത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരക്കാരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇത് പൂർണ്ണമായിട്ടും ശാശ്വതമായിട്ട് ആയുർവേദത്തിലൂടെ ഇതിനൊരു പരിഹാര മാർഗമുണ്ടോ? കഫപ്രകൃതമായിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവർക്കും
അലർജിക് ആസ്മ പോലുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കഫം സൈനസിൽ ഇഷ്യൂസ് ഒക്കെ വന്ന് ചിലർക്ക് ചെവി വേദന, ചെവി പൊട്ടല്, അല്ലെങ്കിൽ ചെവി ഒലിക്കുക, ചെവി അടഞ്ഞിരിക്കുക, അതുപോലെ അത് റിലേറ്റഡ് ആയിട്ട് അഡിനോയിഡ് വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ കാണുന്ന കഫവൃദ്ധിയിൽ ഉണ്ടാകുന്ന ഒരു കഫജമായിട്ട് വരുന്ന ഒരു രോഗമാണ്. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. പല കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നം വന്നിട്ട് അഡിനോയിഡ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയും അത് പിന്നെ ഓപ്പറേറ്റ് ചെയ്തൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആ ബേസിക് ആയിട്ടുള്ള കഫത്തിന്റെ ആ പോസിറ്റീവ് ആയിട്ടുള്ള ആ കാര്യത്തിനെ കറക്റ്റ് ചെയ്യാതെ ഇതൊന്നും മാറുന്നില്ല. ഇപ്പൊ നമ്മള് സൈനസ് ഇതുപോലെ ഇഷ്യൂ പറഞ്ഞ് ഓപ്പറേഷൻ പറഞ്ഞ അവിടുത്തെ കഫം ഒക്കെ ഡ്രെയിൻ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ചെയ്യുക. വീണ്ടും ഇത്തരത്തിലുള്ള കഫജമായിട്ടുള്ള ഒരു ദേഹപ്രകൃതിയുള്ള വ്യക്തികളിൽ അങ്ങനെ വരാനുള്ള സാധ്യതകളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. ആയുർവേദ മരുന്നുകളും ഇത്തരത്തിലുള്ള ചികിത്സകളും ഒക്കെ അതിന് വളരെയധികം സഹായിക്കും. അതുപോലെ തല കുളിക്കുന്നതിലുള്ള ശ്രദ്ധ, തലയിൽ പരത്താനായിട്ട് നീലി, നിർഗുണ്ടിയാതി വെളിച്ചെണ്ണ, വാശാതൈലം പോലുള്ള കഫജമായിട്ടുള്ള രോഗങ്ങളെ മാറ്റി നിർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ഓയിലുകളുണ്ട്. അത് ട്വൈസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ 2 ദിവസമോ 1 ദിവസമോ ഒക്കെ നെറുകയിൽ വെച്ച് കുളിക്കാനും, അതുപോലെ കുളിക്കുന്ന വെള്ളം തന്നെ മെഡിക്കേറ്റഡ് ആക്കാനായിട്ട്. ഇപ്പം പനിക്കൂർക്കയുടെ ഇല, നമ്മുടെ തെങ്ങിന്റെ പട്ടയില്ലേ, അതിന്റെ പഴുത്ത ഓല ചതച്ചിട്ടിട്ട് പൂവാങ്കുരുന്നിലൊക്കെ ഇട്ട് വെള്ളം വെന്താറിയിട്ട് അത് തല കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ത്രിഫലത്തൊണ്ട്, കടുക്കത്തൊണ്ടും നെല്ലിക്ക് താന്നിക്ക് ഇട്ടിട്ട് അത് വെന്ത വെള്ളം ആറിയിട്ട് തല കുളിക്കാൻ മാത്രം അത് ഉപയോഗിക്കാം, തല കുളിക്കണ ദിവസം. അല്ലെങ്കിൽ കടുക്ക മാത്രം ഇട്ട് വെന്ത വെള്ളമായാലും ഇതുപോലെ തല കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് മുടി ഉണങ്ങി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. രാസനാദിപ്പൊടി നെറുകയിലിടാം. കഫ സംബന്ധമായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റത്തക്ക രീതിയിലുള്ള മരുന്നുകൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം സ്ഥിരമായിട്ട് കഴിക്കാം. സൈനസൈറ്റിസ് എന്ന വിഷയത്തിൽ പ്രേക്ഷകർക്കുള്ള സംശയങ്ങളാണ്, അതുപോലെ അതിനുള്ള മറുപടിയാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ഡോക്ടർ മരിയ പത്രോസും ഡോക്ടർ റോസ്മേരി വിൽസനുമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഡോക്ടർ, പലപ്പോഴും ഇത് കൂടെ വരിക, അതായത് ഇപ്പോൾ മൂക്കൊലിപ്പ്, ഈ പറഞ്ഞ പോലെ തുമ്മല്, കഫക്കെട്ട്, ഇതൊക്കെ വരുമ്പോൾ സാധാരണ ഒരു മഴ നനഞ്ഞ് വന്നു പോകുന്നതാണ് എന്ന് കരുതി പലരും അത് ചികിത്സിക്കുന്നില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മരുന്ന് ഉപയോഗിക്കുക, അതാണ് കൃത്യമായിട്ടുള്ള ഫലപ്രാപ്തി ലഭിക്കുക. പക്ഷെ ഇത് തുടക്കത്തിൽ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ ഈ സൈനസൈറ്റിസിനെ കാണേണ്ടതുണ്ട്, എത്ര നാൾ നീണ്ടു നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതൊരു ഡോക്ടറെ പോയി കാണേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്? സാധാരണയുള്ള ഒരു മൂക്കൊലിപ്പും ജലദോഷം വന്നാൽ വിതിൻ 1 വീക്കിനകം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള ചുക്കുമുളക്, തിപ്പലി ഇട്ടിട്ട് വെന്ത വെള്ളം, അല്ലെങ്കിൽ തുളസിയുടെ ഇലയും കതിരൊക്കെ ഇട്ട് വെന്തിട്ട് ചുക്ക് കാപ്പി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക, ആവി ഉള്ളതൊക്കെ ചെയ്ത് തല കുളിക്കുന്നതിൽ ശ്രദ്ധിക്കുകയും തണുപ്പാഹാരം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ മാറും. എന്നാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ 2 വീക്സിലേക്കൊക്കെ പോയിട്ടും അങ്ങനെ വരുന്ന അവസ്ഥയിൽ അത് കഫം കൂടുതലായിട്ട് വർദ്ധിച്ചിട്ട് ആ കഫത്തിന് നമുക്കൊരു ഫൗൾ സ്മെല്ല് സ്വന്തമായിട്ട് ഫീൽ ചെയ്യും. തൊണ്ടയിലേക്ക് കഫം ഇറങ്ങുന്ന പോലെ തോന്നും. അത് 3 വീക്സും 1 മന്തൊക്കെ ആയിട്ട് മാറാതെ വലിയ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രത്യേകം മെഡിക്കേഷന് വേണ്ടി പോവില്ല. എന്നാൽ 2-3 ആഴ്ചക്കാലമായിട്ടും അത് മാറാത്ത അവസ്ഥ വരുമ്പോൾ ആ കഫം ദുഷിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. എന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നവരിലാണെങ്കിൽ അവസാനം നമുക്ക് സ്മെല്ല് അറിയാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള ആവിയുള്ള ഉഷ്ണസ്വേദങ്ങളെ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ റൂട്ട് ക്ലിയർ ആവാൻ വേണ്ടി അതൊന്ന് കഫം ഒന്ന് വിലയിച്ച് ഒന്ന് സ്മൂത്തായിട്ട് വരും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന അസ്യപ്രയോഗം കൊണ്ട് അത് കൂടുതലായിട്ട് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. തല കുളിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധ വേണം. അതുപോലെ ആഹാര കാര്യങ്ങളിൽ തണുപ്പ് ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ കൂടുതൽ നേരം കിടക്കാതെ ചെവി ഇതൊക്കെ പൊതിഞ്ഞ് വെച്ച് സൂക്ഷിക്കുക, അങ്ങനെ ശ്രദ്ധിക്കുക. അതെ ഡോക്ടർ, തീർച്ചയായിട്ടും പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് നമ്മുടെ ജീവിതശൈലിയിലുള്ള, അതും നിത്യജീവിതത്തിലുള്ള പല കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പോലും ഈ സൈനസൈറ്റിസ് വരാതെ നോക്കാം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് പോയാൽ ഡോക്ടർ, ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, ഇതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സയാണ് ഇതിന് നൽകി വരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾക്ക് നൽകുന്ന ചികിത്സയല്ല മറ്റൊരു രോഗിക്ക് നൽകുന്നത്, അതിലെ ദേഹപ്രകൃതി പോലും ഇതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ദേഹപ്രകൃതി കണക്കാക്കി കൊണ്ട് നൽകുന്ന ചികിത്സയിൽ അത് എത്രത്തോളം പ്രാധാന്യപ്പെട്ട
പ്രധാനപ്പെട്ടതാണ്. ആ ചികിത്സാ രീതിയിലേക്ക് വരുമ്പോൾ ഓരോ ഘട്ടത്തിലും എത്രത്തോളം നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആയുർവേദ ചികിത്സയിൽ ചെയ്തു വരുന്നത്? പീനസ് രോഗം അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇവര് റിപ്പീറ്റഡ് ആയിട്ട് വരാത്തവരാണ്. ആദ്യമായിട്ട് വന്നു വെറുതെ മൂക്കൊലിച്ചു പോകുന്ന ഒരവസ്ഥയും തുമ്മല് അങ്ങനത്തെ ഇതുള്ളൂങ്കിൽ നമുക്ക് ഔഷധങ്ങളെ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാവുന്നതാണ്. പേല കണാദി കഷായം, പത്യഷടങ്ക കഷായം, അമൃതോത്തരം കഷായം, അമൃതാരിഷ്ടം, അങ്ങനെയൊക്കെയുള്ള കഷായ അരിഷ്ട യോഗങ്ങൾ അതിൽ കൃത്യമായിട്ട് അത് കൊടുക്കുകയൊക്കെ ചെയ്താൽ നന്നായിട്ട് മാറിപ്പോകും. പലപ്പോഴും നമ്മൾ ചികിത്സയിലേക്ക് പോകാതെ വരുമ്പോൾ 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ആ കഫം അവിടെ ദുഷിച്ചിട്ട് നമ്മുടെ ആ ചാനലിനെ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ സ്നോറിങ് അധികമായിട്ട് വരിക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരിക, അതുപോലെ നമ്മുടെ ഈ സൈനസുകളിൽ ഏരിയേഷൻ അല്ലെങ്കിൽ വായു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ അതിന് സൈനസുകൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിലുള്ള ആ വായു നമ്മുടെ ശിരസിലും അതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ആ വായുവിൻ്റെയൊക്കെ ഊഷ്മത്തെ അല്ലെങ്കിൽ താപത്തെ ക്രമീകരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ സ്വരത്തെ അല്ലെങ്കിൽ എക്കോ ഒക്കെ സ്വരം ഒക്കെ തരുന്ന ഈ സൈനസുകളുടെ എഫക്റ്റ് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കോൾഡൊക്കെ വരിക, മൂക്കടഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ പാട്ട് പാടുന്നവരും അല്ലെങ്കിൽ ടോക്കൊക്കെ ചെയ്യുന്നവരും ഒക്കെ ഒരു നെയ്സൽ ടോണ് പലപ്പോഴും വരുന്നത്. അതിന് ഈ വായു അറകൾ പലപ്പോഴും നമ്മുടെ സംസാരത്തിനെയും സ്വരത്തിനെയും ഒക്കെ ക്രമീകരിക്കാനും അതിൻ്റെ എക്കോയെ ക്രമീകരിക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ബ്ലോക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അത് ദുഷിച്ച് രക്തത്തോടു കൂടി രക്തമിശ്രിതമായിട്ട് അത് തൊണ്ടയിലും കഫത്തോടു കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൂടുതൽ ആ തീക്ഷ്ണമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ തക്ക രീതിയിലുള്ള മരുന്നുകൾ ആഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. കുഞ്ഞുങ്ങളിലാണെങ്കിൽ ലഘുവായിട്ടുള്ള മരുന്നുകൾ, ശരിയായിട്ടുള്ള ജീവിത ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ്, ഇപ്പം കുട്ടികളാകുമ്പോൾ അധികം മിഠായി കാര്യങ്ങൾ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ചാൻസസ് ആണ്. ഈ മധുരം അധികം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ അധികം കഴിക്കുമ്പോൾ അത് കഫവൃദ്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ ഉപയോഗിക്കാണ്ടിരിക്കുക. വീട്ടിൽ കാണുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളാണല്ലോ, അവർക്കത് കഴിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കാതെ ഇരിക്കുക, തണുപ്പ് ആഹാരം കൊടുക്കാതിരിക്കുക. അങ്ങനെ ഓരോ വ്യക്തികളിലും ചികിത്സകൾ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ബേസിക് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ആ കഫദുഷ്ടിയെ മാറ്റുന്നതിനും അത് കൂടുതലായിട്ട് വരുന്ന അവസ്ഥയിൽ കഫരക്തദുഷ്ടിയെ മാറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും ഒക്കെ ആയിരിക്കും നിശ്ചയിക്കേണ്ടത്. ഡോക്ടർ, ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉള്ള രോഗികൾ, അതായത് ഇപ്പോൾ ആസ്മ, അലർജി, ശ്വാസതടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് ഈ സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത പൊതുവെ കൂടുതലാണോ? ഇതിൽ എന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടോ? അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ട ഒരു രോഗാവസ്ഥയായിട്ട് മാറുന്നുണ്ട് ഈ സൈനസൈറ്റിസ്? എല്ലാ രോഗങ്ങളും വരുന്നവരുടെ പാരന്റ്സ് ഇപ്പൊ ഇതുപോലെ അലർജിക് നേച്ചർ ഉള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ അത് കാണാനുള്ള സാധ്യതകളുണ്ട്. കൃത്യമായിട്ട് അവർക്ക് വന്നുകൊണ്ട് കുഞ്ഞിന് വരണമെന്നില്ല. എങ്കിലും പലപ്പോഴും നമ്മുടെ വീട്ടിലെ ലൈഫ് സ്റ്റൈലിൽ, ആഹാരത്തിലും ഇത്തരത്തിലുള്ള സ്റ്റൈലിലൊക്കെ വരുന്ന ചേഞ്ചസ് ആയിരിക്കും ഇത്തരത്തിൽ ഈ കവചമായിട്ടുള്ള കഫവൃദ്ധിയെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഹെവി ആയിട്ട് AC ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ മൈൽഡായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ഇത്തരത്തിൽ അലർജിക് കഫങ്ങളെയൊക്കെ കഫവൃദ്ധിയുള്ളവർ അല്ലെങ്കിൽ കവചമായിട്ടുള്ള നേച്ചറുള്ളവരിൽ അത് കൂട്ടൂല. അപ്പം നമ്മൾ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ തണുപ്പ് മാത്രമല്ല, ഇപ്പം എക്സ്ട്രീം സമ്മറിൽ തല നന്നായിട്ട് വേർത്ത് വെയിലത്ത് പോവുകയോ ചൂടടിക്കുകയോ ഒക്കെ ചെയ്താലും ഇത്തരത്തിൽ ഈ നീർക്കെട്ട് വന്നിട്ട് സൈനസ് ഗ്ലാൻഡുകൾക്കൊക്കെ ഇതുപോലെ നീർക്കെട്ടും കഫജമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും ഇത്തരത്തിൽ അലർജിക്ക് ഇതുള്ളവരിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടർ മരിയ പത്രോസ്, ഇപ്പോൾ സൈനസൈറ്റിസ് ഒരു രോഗിക്ക് വന്നാൽ അയാൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടെ പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നാൽ തന്നെ ഇത് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു പരിധിവരെ ഭേദമാക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും ഭക്ഷണ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ശ്രദ്ധ പുലർത്താത്തതൊക്കെ ഈ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കഴിക്കാതിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? കഫത്തെ കൂട്ടുന്ന രീതിയിലുള്ള തൈര്, അതുപോലെ പാലിന്റെ കൂടുതൽ ഉപയോഗങ്ങൾ, അതൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും ഇവർക്ക്.
അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്നത്, എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് കുറച്ചും കൂടെ ഇത്തരക്കാർക്ക് നല്ലതായിട്ട് വരിക. അതുപോലെ തന്നെ ഗോതമ്പിന്റെ ഉപയോഗം, ഗോതമ്പ് കുറച്ച് നമുക്ക് ദേഹത്തിന് ചൂട് കൊടുക്കുന്ന ഒരു ആഹാരമാണ്. അപ്പോൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ കോള, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക, പുകവലിക്കുന്നത് ഒഴിവാക്കുക, മദ്യപാനം, പുകവലി ഇതൊക്കെ ഇതിനൊരു കൂടുതലാവാനുള്ള കാരണമാവുന്നുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കുക പൂർണ്ണമായിട്ടും. ഓക്കെ, ഡോക്ടർ റോസ്മേരി വിൽസൺ, ഇതിപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ നമുക്കറിയാം കുറേ സമയമെടുക്കുന്ന ചികിത്സാ രീതികളാണ്. എങ്കിൽ പോലും ഇത് ശാശ്വതമായിട്ട് മാറാൻ എത്ര കാലമെടുക്കും? ആ സമയത്തെക്കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക് എത്തണമെങ്കിൽ എത്രത്തോളം സമയം വേണ്ടി വരുന്നുണ്ട് ആയുർവേദ ചികിത്സാ രീതിയിൽ? ഇതെന്ന് പറഞ്ഞത് വളരെയധികം കാര്യങ്ങൾ റിലേറ്റ് ചെയ്തതാണ് ഈ ചോദ്യം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്നിങ്ങനെ 3 സ്റ്റേജസ് ആണ് പറയാം. ബാല്യകാലത്ത് വരുന്നൊരു മൂക്കടപ്പോ അല്ലെങ്കിൽ തുമ്മലോ അങ്ങനത്തെ ഒരു അവസ്ഥ വൺസ് ഇൻ എ വൈൽ, വല്ലപ്പോഴും അങ്ങനെ വരുന്നവരിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അവരോട് റെസ്ട്രിക്ഷൻസ് പറയുക, കുളിപ്പിക്കുന്ന കാര്യത്തിലും ആഹാരം കൊടുക്കുന്ന കാര്യത്തിലും, അതോടൊപ്പം തന്നെ മരുന്നുകളും കൊടുക്കുക. കഫവൃദ്ധി ഉണ്ടാക്കാത്ത രീതിയിലുള്ള മരുന്നുകളും കൊടുക്കുക. പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ആ സമയം ഒരു ഏജ്ഡ് ആയിട്ടുള്ള കൗമാരക്കാരിൽ പ്രത്യേകമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വ്യത്യാസമായിരിക്കും. അവരുടെ ജീവിത രീതി, ആഹാര രീതി ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു തുമ്മൽ, ജലദോഷം അല്ലെങ്കിൽ സൈനസ് ഇഷ്യൂ ഒന്നും അങ്ങനെ പ്രശ്നങ്ങൾ വന്നാലും എന്തെങ്കിലുമൊക്കെ മരുന്ന് ഡോക്ടറെ കാണാതെ തന്നെ വാങ്ങിച്ചു കഴിച്ച് അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് അങ്ങനെ പോകും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലിയിലേക്ക് ആ കഫ ദുഷിച്ച് ആ നേസൽ സ്രോതസ്സുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ വരുന്ന അവസ്ഥയിൽ തലവേദന, കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന, സൈനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന തലവേദനയിൽ ഈ കഫത്തിന്റെ ബ്ലോക്കേജ് ആയിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിലാണ് അവർ ഡോക്ടറെ കാണാനായിട്ട് തന്നെ പോവുക. അങ്ങനെ വരുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു നസ്യം പോലുള്ള ചികിത്സകളിലേക്ക് വന്നാൽ തന്നെയാണ് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രായമായവരെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ എളുപ്പമാണ്. അവർ ഇച്ചിരി കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ മറ്റു പല രോഗങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ ആഹാര കാര്യങ്ങളിലായാലും ഔഷധ കാര്യങ്ങളിലായാലും നിഷ്ഠ പറഞ്ഞാൽ അവർ ഇച്ചിരിയും കൂടി അത് പാലിക്കുകയും അതുപോലെ രോഗം മാറാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. അവരുടെ ഏജും അതുപോലെ ഹെറിഡിറ്ററി ഫാക്ടർ, രോഗാവസ്ഥയുടെ ഓരോ സ്റ്റേജ് ഇതിനൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ ഔഷധങ്ങളും ചികിത്സകളും ഒക്കെ വരിക. ഓക്കെ ഡോക്ടർ, എന്തായാലും നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. കാരണം തുടക്കക്കാർ മുതൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരെ ഈ സൈനസൈറ്റിസ് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പലരും ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചികിത്സയിൽ അത് ഡോക്ടറെ പ്രത്യേകം നമ്മൾ ചെന്ന് കാണുക, നേരിട്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക, അത്രത്തോളം പ്രാധാന്യത്തോടെ കൂടി കാണേണ്ട ഒരു അസുഖമാണ് ഈ സൈനസൈറ്റിസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ലക്ഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത് KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ മരിയ പത്രോസുമാണ്. രണ്ടുപേർക്കും ഒരുപാട് നന്ദി. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.